നമ്മുടെ ഓരോ ബിഗ് എക്സ്പീരിയൻസ് വരുമ്പോഴും അത് ആരുടെ ചോയ്സ് ആണെന്ന് ചുറ്റുപാടും ആ കാഴ്ചകളും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കും ഓരോ ബിഗ് എക്സ്പീരിയൻസ് കണ്ടെത്തുന്ന സ്ഥലങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് എന്നുള്ളതാണ്. ജീവികളോടുള്ള സ്നേഹം അത് കൂട്ടത്തിൽ ഒരാൾക്കല്ലേ ഉള്ളൂ. തൽക്കാലം ഞങ്ങളോടൊപ്പം സ്നേഹം കാണിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു a brand new episode of our big experience. The weather in Dubai is amazing now. Finally we can feel some chill wind on our skin. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും കയറി കാണാവുന്ന ഇത് റാസൽ കോറിലുള്ള ബേർഡ് സാങ്ച്വറി ആണ്. ബേസിക്കലി ഇത് ഒരു ഹിഡൻ ജെമ്മാണ്, പലർക്കും അറിയില്ല. അതായത് നമ്മുടെ റാസൽപൂർ റോഡ് ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മുടെ ടുവേർഡ്സ് നമ്മുടെ എന്താ പറയുക ജബലാലി സൈഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ ഒരുപാട് പേര് ഈ ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ കിളികളൊക്കെ പറന്നു പോകുന്നതും ഫ്ലെമിംഗോസ് കൊണ്ട് ഇരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അവിടെ പോയാൽ കാണാൻ പറ്റുന്ന കുറെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇത് നമ്മളും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഒരു സീസൺ മാംഗ്രോവ് ഫോറസ്റ്റ് ഏരിയ, പിന്നെ നമ്മുടെ ഫ്ലെമിംഗോസിനെ കാണാൻ പോകും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണും. അവിടെ ഫ്ലെമിംഗോസ് ഉണ്ട് എന്നാണ് അബ്ബാസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മള് എൻറ്റർ ചെയ്യാൻ പോവാണ്. On a nice breezy cool day you can actually come sit here. It'll be quiet because നമ്മൾ ഒരു ജീവികളെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആ ഒരു എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത പോലെ പ്രത്യേകിച്ച് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ആക്ച്വലി സോ ബ്യൂട്ടിഫുൾ. ആക്ച്വലി നമ്മുടെ സിറ്റീൻ്റെ നടുക്കാണ് ഇരിക്കുന്ന ഒരു ഫീല് തന്നെ ഇല്ല. ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലിംഗ് ഉണ്ട് ഇവിടെ വന്നിട്ട് ഈ പക്ഷികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. കുറേ പക്ഷികൾ ആക്ച്വലി ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തൊക്കെ വരുന്ന ബേർഡ്സ് ഉണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ UAE കുറേ ലോക്കൽ ബേർഡ്സും ഉണ്ട്. എല്ലാ ബേർഡ്സും നമുക്ക് ഒരുമിച്ച് ആക്ച്വലി ഇവിടെ വേണമെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് നിന്ന് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ വ്യൂ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് പോയിന്റിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ചില ദിവസം നമ്മൾ ഭയങ്കര ലക്കി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത് വരെയും ബേർഡ്സ് വരാറുണ്ട്. ഇന്ന് പക്ഷെ കുറച്ച് ദൂരായിരുന്നു. വെരി പീസ്ഫുൾ, നല്ല ബ്രീസ്, കുറെ മീനുകള്, പക്ഷികള്, നല്ല രസമാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ടു സീ ഫ്ലെമിംഗോസ് ക്ലോസ് ബൈ. അതിനെ ഫീഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ബട്ട് വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. കുറച്ചും കൂടെ ഡ്രൈവ് ചെയ്ത് ടുവേർഡ്സ് ലാത്തിഫ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് നമ്മൾ ലൊക്കേഷൻ എന്തായാലും പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിസർച്ച് ഫോർ റാസൽ കോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആ കറക്റ്റ് പോയിന്റാണ് ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇത് സെക്കൻഡ് പോയിന്റ്. സോ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് നേരത്തെ നൈല പറഞ്ഞ പോലെ ഫ്ലെമിംഗോസിനെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് സീ അർഫാസ് പറഞ്ഞത് അത്രയും ക്ലോസ് ആണ് എന്ന്. ആക്ച്വലി നമ്മുടെ നേച്ചർ എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടാണ് ഓരോ ക്രീച്ചേഴ്സിനെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കി ഫ്ലെമിംഗോസ് നിൽക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു കമ്പിനകത്ത് മുകളിലൊരു പഞ്ഞി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇത് നിരന്നിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂവിന് വേണ്ടിയിട്ടൊരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതിലൂടെ നോക്കുമ്പോഴത്തേക്ക് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീളമുള്ള കാലും നീണ്ട കഴുത്തും ഒക്കെ ആ ഫ്ലെമിംഗോസിന് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം വെള്ളത്തിന് ഉള്ളിൽ പോയി അതിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനും ഈ വെള്ളത്തിൽ നിൽക്കാനായിട്ടൊക്കെയാണ് അതിൻ്റെ ബോഡി അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് മറ്റേ കാല് പൊക്കി ബോഡി ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആണ് ഈ കഴുത്ത് തിരിച്ച് തൂവലിനിടയിലോട്ട് വെച്ച് റെസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി 10 AM and 4 PM ആണ് ഇവരുടെ ഫീഡിംഗ് ടൈം. അപ്പോൾ ആ ഫീഡിംഗ്
ഈവനിങ് ടൈമിൽ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വരും. ദേ വെരി ഫ്രണ്ട്ലി വിത്ത് ദീസ് ഫ്ലെമിംഗോസ്. ഫ്ലെമിംഗോസ് ഓബിയസ്ലി ഇവിടെ സീസണിൽ വരുള്ളൂ, ഇപ്പോൾ സീസണാണ്. ദിൽ കം ക്ലോസർ ടു ദിസ് ഒബ്സർവേറ്ററി ഡെക്ക്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവന് അപ്പ് ക്ലോസ് കാണാം. സെക്കൻഡ് തിങ് ഇസ് ഇതിപ്പോൾ സ്ലീപ്പിംഗ് ടൈമാണ്. വി ആർ ലൈക്ക് ഹിയർ അറൗണ്ട് 12:30. അപ്പോൾ ഈ സമയത്ത് അതിന് നല്ല ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആരും അതിനെ ശല്യപ്പെടുത്താതെ ഇവിടെ വന്നിരുന്നു സ്വസ്ഥമായി സമാധാനമായി നമ്മൾ കണ്ടിട്ട് മിണ്ടാതെ ഉരിയാടാതെ മണിച്ചിത്രത്തായി പറയുന്നതിൽ നമുക്ക് തിരിച്ചു. വേറെ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു സിറ്റീൻ്റെ നടുക്കാണ് നമ്മളുള്ളത്. അവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്നുള്ള കുറേ ആൾക്കാർക്ക് അറിയില്ല. അതെ. ആൻഡ് ഓൾസോ നമ്മളിവിടെ വരുമ്പോൾ ഫയലിൽ നമ്മൾ നമ്മുടെ കൺട്രി ഓഫ് ഒറിജിൻ എഴുതണം. സീൻ സോ മെനി കൺട്രീസ് താഴെയാണ് നമ്മുടെ ഒരു ഇന്ത്യ വന്നത്. റെഡ് കളറൊക്കെ. സോ ഐ തിങ്ക് നമ്മൾ ഒരുപാട് ആളുകൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ആണ്. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ്. യു കൻ കം പാർക്ക് യുവർ കാർ, ജസ്റ്റ് കം ആൻഡ് സ്പെൻഡ് സം ടൈം. ഇറ്റ്സ് സോ സെറീൻ, സോ റിലാക്സിങ്, സോ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. സോ ദാറ്റ്സ് വാട്ട് വി റെക്കമെൻഡ് 2019 ഫസ്റ്റ് ബിഗ് എക്സ്പീരിയൻസ്. So from all the partying, New Year's Eve, നമ്മളിപ്പോൾ സമാധാനത്തിന്റെ വഴിയിലാണ്, പീസിന്റെ വഴി. If you need some peace, Come and see these peace. Very strongly, this is Rasilkor Wildlife Sanctuary. We recommend on this week's big experience.